എല്ലാവർക്കും സ്വാഗതം. ഈ സെഷനിൽ കോംപ്ലക്സ് അനാലിസിസിലെ കോംപ്ലക്സ് ഫംഗ്ഷൻ എന്ന ടോപ്പിക്കിലെ ചില ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു കോംപ്ലക്സ് വേരിയബിൾ എന്താണെന്നും കോംപ്ലക്സ് വേരിയബിൾസിൻ്റെ പ്രോപ്പർട്ടീസും നിങ്ങൾ ഹയർ സെക്കൻഡറി ലെവലിൽ പഠിച്ചതായിരിക്കും. ഇവിടെ നമ്മൾ കോംപ്ലക്സ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. കോംപ്ലക്സ് ഫംഗ്ഷൻ്റെ ചില പ്രോപ്പർട്ടീസ് ലൈക്ക് ലിമിറ്റ്, കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി, ഇത്തരം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായി ഒരു കോംപ്ലക്സ് നമ്പറിനെ നമുക്ക് z = x + iy എന്ന ഫോമിൽ എഴുതാം. ഇതിനെ ഓർഡേർഡ് പെയർ xy ഈ വിധത്തിലും റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. ഓർഡേർഡ് പെയർ xy എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കോർഡിനേറ്റ് എക്സ് ഇസഡിൻ്റെ റിയൽ പാർട്ടായിരിക്കും. എക്സ് ഈസ് ദി റിയൽ പാർട്ട് ഓഫ് ഇസഡ് ആൻഡ് y ഈസ് ദി ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ്. നമ്മൾ ഒരു കോർഡിനേറ്റ് സിസ്റ്റം കൺസിഡർ ചെയ്യുന്നു. ഇതിലെ ഹൊറിസോണ്ടൽ ആക്സിസിനെ എക്സ് ആക്സിസ് എന്നും വെർട്ടിക്കൽ ആക്സിസിനെ വൈ ആക്സിസ് എന്നും ഡിനോട്ട് ചെയ്യുന്നു. സാധാരണ എക്സ് വൈ കോർഡിനേറ്റ് സിസ്റ്റം എക്സ്പ്രസ് ചെയ്യാറുള്ള പോലെ എക്സ് ആക്സിസും വൈ ആക്സിസും നമ്മൾ ടു പെർപെൻഡിക്കുലർ ആക്സസ് കൺസിഡർ ചെയ്യുന്നു. ഇനി നമ്മൾ ഒരു കോംപ്ലക്സ് നമ്പറിനെ ഇതിൽ പ്ലോട്ട് ചെയ്യുന്നു. എക്സ് വൈ മീൻസ് എക്സ് പ്ലസ് ഐ വൈ. ഈ വിധത്തിൽ കോംപ്ലക്സ് നമ്പറിനെ എക്സ്പ്രസ് ചെയ്യുന്ന എക്സ് വൈ കോർഡിനേറ്റ് സിസ്റ്റം ഈ എക്സ് വൈ കോർഡിനേറ്റ് സിസ്റ്റത്തെ കോംപ്ലക്സ് പ്ലെയിൻ എന്ന് വിളിക്കാം. അപ്പോൾ കോംപ്ലക്സ് പ്ലെയിൻ എന്ന് പറയുമ്പോൾ സാധാരണ എക്സ് വൈ പ്ലെയിൻ കൺസിഡർ ചെയ്യും പോലെ ടു പെർപെൻഡിക്കുലർ കോർഡിനേറ്റ്സ് ടു പെർപെൻഡിക്കുലർ ആക്സിസ് കൺസിഡർ ചെയ്യുന്നു. അതിൽ ഹൊറിസോണ്ടൽ ആക്സിസിനെ റിയൽ എക്സ് ആക്സിസ് എന്നും വെർട്ടിക്കൽ ആക്സിസിനെ ഇമാജിനറി വൈ ആക്സിസ് എന്നും വിളിക്കുന്നു. ഇമാജിനറി വൈ ആക്സിസ്. ഇങ്ങനെയുള്ളൊരു സിസ്റ്റത്തിൽ ഓരോ കോംപ്ലക്സ് നമ്പറിനെയും റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തെ കോംപ്ലക്സ് പ്ലെയിൻ എന്ന് വിളിക്കാം, ഓർ ഇസഡ് പ്ലെയിൻ. ഇനി നമ്മൾ ഒരു കോംപ്ലക്സ് പ്ലെയിനിലെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. മോഡുലസ് ഓഫ് z - a = റോ. ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു സർക്കിളിനെയാണ്. കോംപ്ലക്സ് പ്ലെയിനിലെ ഒരു സർക്കിളിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആ സർക്കിളിൻ്റെ സെൻറ്റർ അറ്റ് ദി പോയിൻറ്റ് എ ആൻഡ് റേഡിയസ് ഈസ് റോ. സെൻറ്റർ അറ്റ് എ ആൻഡ് റേഡിയസ് ഈസ് റോ. ഈ വിധത്തിലുള്ള ഒരു സർക്കിളിനെയാണ് മോഡ് z - a = റോ എന്ന ഇക്വേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, മോഡ് z - a ലെസ് ദാൻ റോ. ഈ ഇനീക്വാലിറ്റി റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ദിസ് ഈസ് ആൻ ഇനീക്വാലിറ്റി നോട്ട് ആൻ ഇക്വേഷൻ. ലെസ് ദാൻ റോ, സ്ട്രിക്ട്ലി ലെസ് ദാൻ റോ എന്ന് പറയുമ്പോൾ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ആ എ സെൻറ്ററും റോ റേഡിയസും ആയിട്ടുള്ള സർക്കിൾ അതിൻ്റെ ഇൻറ്റീരിയർ പോർഷൻ മാത്രം, നോട്ട് ഇൻക്ലൂഡിങ് ദി സർക്കിൾ, ഓൺലി ദി ഇൻറ്റീരിയർ പോർഷൻ ഓഫ് ദിസ് സർക്കിൾ center at A and radius is rho, and mod z minus a less than rho means the interior portion of the circle mod z minus a equal to rho. അതുപോലെ
mod z minus a less than or equal to rho, ലെസ് ദാൻ ഓർ ഈക്വൽ ടു റോ എന്ന് പറയുമ്പോൾ ഈ സർക്കിളിൻ്റെ ഇൻറ്റീരിയർ പോർഷനും സർക്കിളിൻ്റെ ബൗണ്ടറിയും ഉൾപ്പെടുന്നു. സർക്കിൾ പ്ലസ് ആൻഡ് ഇൻറ്റീരിയർ ഓഫ് ദി സർക്കിൾ. മോഡ് z minus a greater than rho. This inequality represents a circle, exterior of the circle whose center is at a and radius is rho. Mod z minus a equal to rho എന്ന സർക്കിൾ നമ്മൾ വരച്ചിട്ടുണ്ട്. അതിൻ്റെ എക്സ്റ്റീരിയർ പോർഷൻ മാത്രം, നോട്ട് ഇൻക്ലൂഡിങ് ദി ബൗണ്ടറി, നോട്ട് ഇൻക്ലൂഡിങ് ദി സർക്കിൾ. മോഡ് z minus a ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു റോ എന്നെഴുതി കഴിഞ്ഞാൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് സർക്കിളും അതിൻ്റെ എക്സ്റ്റീരിയർ പോർഷൻസും. അപ്പോൾ ഇത്രയും റീജിയൻസ് ഇതിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. നെക്സ്റ്റ് നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ആ എക്സ് വൈ പ്ലെയിൻ കൺസിഡർ ചെയ്യുന്നു. This is imaginary y axis and this is the horizontal real axis. അപ്പോൾ ഒരു കോംപ്ലക്സ് വേരിയബിളിൻ്റെ കേസിൽ z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ സച്ച് ദാറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ 0. ഒരു കോംപ്ലക്സ് നമ്പർ നമ്മൾ എഴുതി, അതിലെ റിയൽ പാർട്ട് ദാറ്റ് മീൻസ് എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് എഴുതി കഴിഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പം ഈ വെർട്ടിക്കൽ ആക്സിസിൻ്റെ റൈറ്റ് പോർഷൻ എന്നുള്ളതാണ്. അപ്പം കോംപ്ലക്സ് പ്ലെയിനിൽ എക്സ് ഗ്രേറ്റർ ദാൻ 0 റെപ്രസെൻ്റ് ചെയ്യുന്നത് റൈറ്റ് ഹാഫ് പ്ലെയിൻ എന്നുള്ളതാണ്. എക്സ് ഗ്രേറ്റർ ദാൻ 0 റെപ്രസെൻറ്റ്സ് ദി റൈറ്റ് ഹാഫ് പ്ലെയിൻ. അപ്പോൾ എക്സ് ലെസ് ദാൻ 0 എന്നാണെങ്കിൽ സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പേഴ്സ് whose റിയൽ പാർട്ട് ഈസ് ലെസ് ദാൻ 0 എന്ന് പറയുമ്പം എക്സ് ലെസ് ദാൻ 0 എന്ന് പറയുമ്പം എക്സ് വാല്യൂസ് ആർ നെഗറ്റീവ്. അപ്പം ഈ ഇമാജിനറി വൈ ആക്സിസിൻ്റെ ലെഫ്റ്റ് പോർഷൻ കംപ്ലീറ്റ് വരുന്നു എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ദി ലെഫ്റ്റ് ഹാഫ് പ്ലെയിൻ. ഒരു കോംപ്ലക്സ് പ്ലെയിനിൻ്റെ കേസിൽ എക്സ് ലെസ് ദാൻ 0 റെപ്രസെൻ്റ് ചെയ്യുന്നത് ലെഫ്റ്റ് ഹാഫ് പ്ലെയിൻ എന്നുള്ളതാണ്. അതുപോലെ വൈ ഗ്രേറ്റർ ദാൻ 0 എന്നാണെങ്കിൽ വൈ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പം അപ്പർ ഹാഫ് പോർഷൻ ഓഫ് ദി പ്ലെയിൻ എന്നുള്ളതാണ്. വൈ ഗ്രേറ്റർ ദാൻ 0 റെപ്രസെൻറ്റ്സ് ദി അപ്പർ ഹാഫ് ഓഫ് ദി z പ്ലെയിൻ. y ലെസ് ദാൻ 0 എന്നാണെങ്കിൽ ലോവർ പോർഷൻ ഓഫ് ദി കോംപ്ലക്സ് പ്ലെയിൻ, ദാറ്റ് ഈസ് ലോവർ ഹാഫ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടി ഇതിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് നമ്മൾ കോംപ്ലക്സ് ഫംഗ്ഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നു. കോംപ്ലക്സ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു സെറ്റ് കൺസിഡർ ചെയ്യുന്നു. യെസ്, ഹൂസ് എലമെൻറ്റ്സ് ആർ ദി കോംപ്ലക്സ് നമ്പേഴ്സ്. എസ്സിലെ എല്ലാ എലമെൻറ്റ്സും കോംപ്ലക്സ് നമ്പേഴ്സാണ്. ഇനി നമ്മൾ ഈ എസ്സിൽ ഒരു റൂള് ഡിഫൈൻ ചെയ്യുന്നു. ദാറ്റ് റൂൾ അസൈൻസ് ഫോർ ഈച്ച് എലമെൻറ്റ് ഓഫ് എസ്, ആ എലമെൻറ്റിന് z എന്ന വേരിയബിളായിട്ട് എടുക്കുന്നു, z എന്ന് എടുക്കുന്നു. There exists a complex number. അതായത് എസ്സിലെ ഓരോ എലമെൻറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾക്ക് ഒരു കോംപ്ലക്സ് നമ്പർ കിട്ടുന്നുവെങ്കിൽ ആ കറസ്പോണ്ടിങ് റിലേഷനെ നമ്മൾ ഡിഫൈൻ ചെയ്ത റൂളിനെ കോംപ്ലക്സ് ഫംഗ്ഷൻ എന്നാണ് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ,
ഇസഡ് സ്ക്വയർ. ഈ കോംപ്ലക്സ് ഫംഗ്ഷനെ നമ്മൾ റിയൽ ഫംഗ്ഷൻസിൽ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്ന പോലെ കോംപ്ലക്സ് ഫംഗ്ഷൻ്റെ കേസിൽ w ഈക്വൽ ടു എഫ് ഓഫ് സെറ്റ് എന്നാണ് എഴുതാറ്. അപ്പോൾ എഫ് ഓഫ് സെറ്റ് ഈക്വൽ ടു സെഡ് സ്ക്വയർ എന്നാണെങ്കിൽ നമുക്ക് ഇതിനെ എഴുതാം എക്സ് പ്ലസ് ഐ വൈ ദി ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു ടു എക്സ് വൈ പ്ലസ് ഐ വൈ ദി ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു ടു എക്സ് വൈ പ്ലസ് ഐ സ്ക്വയർ വൈ സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് ഐ സ്ക്വയർ ഈസ് മൈനസ് വൺ മൈനസ് വൈ സ്ക്വയർ എന്നാകും. അപ്പം എക്സ് സ്ക്വയർ ഐ സ്ക്വയർ വൈ സ്ക്വയർ എന്ന് പറയുന്നത് മൈനസ് വൈ സ്ക്വയർ, അതിങ്ങോട്ട് എഴുതുന്നു, പ്ലസ് ഐ ഇൻറ്റു ടു എക്സ് വൈ. അപ്പോൾ നോക്കാം, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ അതിൽ ഐ കണ്ടെയ്ൻ ചെയ്യുന്നില്ല. സെക്കൻഡ് ടേം ഈ ലാസ്റ്റ് ടേമിൽ ടു എക്സ് വൈ ഇൻറ്റു ഐ കണ്ടെയ്ൻ ചെയ്യുന്നു. അപ്പം ഈ സെഡ് സ്ക്വയറിനെ നമുക്ക് ഒരു റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും വരുന്ന വിധത്തിൽ എക്സ്പ്രസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം ഏതൊരു കോംപ്ലക്സ് ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാലും ആ കോംപ്ലക്സ് ഫംഗ്ഷനെ ഒരു റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും വരുന്ന വിധത്തിൽ റെപ്രസെൻ്റ് ചെയ്യാം. അപ്പം എഫ് ഓഫ് സെഡ് എന്ന് പറയുമ്പോൾ സെഡിൽ എക്സും വൈയും കണ്ടെയ്ൻ ചെയ്യുന്നു. ഇപ്പോൾ ഈ എക്സാമ്പിളിൽ നിങ്ങൾ കണ്ട പോലെ സെഡ് സ്ക്വയർ എന്നായിരുന്നു. അവസാനം അത് ചെയ്തു വന്നപ്പോൾ എക്സും വൈയും വരുന്ന രണ്ട് റിയൽ ഫങ്ഷൻസ്, രണ്ട് ഫങ്ഷൻസായിട്ട് കിട്ടി. റിയൽ പാർട്ട് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, അതിനെ യു എന്ന് ഡിനോട്ട് ചെയ്യുന്നു, പ്ലസ് ഐ ഇൻറ്റു ടു എക്സ് വൈ, അതിലും എക്സും വൈയും കണ്ടെയ്ൻ ചെയ്യുന്നു, അതിനെ വി ഓഫ് എക്സ് കോമ വൈ. അപ്പം കോംപ്ലക്സ് ഫംഗ്ഷനെ ഈ വിധത്തിൽ യു ഓഫ് എക്സ് വൈ പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് വൈ എന്നാക്കിയിട്ട് എഴുതാം. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു യു ഓഫ് എക്സ് വൈ പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് കോമ വൈ. ഈ വിധത്തിൽ എക്സ്പ്രസ് ചെയ്യുന്നു. ഇനി നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാം. ക്വസ്റ്റ്യൻ: if w equal to or f of z equal to z square plus 3 into z, then find the real part of f of z u and the imaginary part of f of z v. Also evaluate the function at z equal to 2i. f of z equal to z square plus 3z, which is given. f of z equal to z square plus 3z. ഇതിൽ നമ്മൾ എഫ് ഓഫ് സെഡിനെ യു പ്ലസ് ഐ വി എന്നെഴുതുന്നു. ദാറ്റ് ഇസ് ഈക്വൽ ടു സെഡ് സ്ക്വയർ മീൻസ് എക്സ് പ്ലസ് ഐ വൈ ദി ഹോൾ സ്ക്വയർ. സെഡിനെല്ലാം എക്സ് പ്ലസ് ഐ വൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എഫ് ഓഫ് സെഡിൻ്റെ സ്ഥാനത്ത് യു പ്ലസ് ഐ വി എന്നെഴുതുന്നു. അപ്പോൾ റൈറ്റ് സൈഡിൽ എക്സ് പ്ലസ് ഐ വൈ ദി ഹോൾ സ്ക്വയർ പ്ലസ് 3 ടൈംസ് എക്സ് പ്ലസ് ഐ വൈ. ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ദി ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു 2xy. തൊട്ട് മുന്നേ നമ്മളത് ചെയ്തതാണ്. പ്ലസ് 3 ടൈംസ് എക്സ് പ്ലസ് ഐ വൈ മീൻസ് 3x പ്ലസ് ഐ ഇൻറ്റു 3y. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് 3x പ്ലസ് 3iy എന്ന് എഴുതാം. ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് 3x. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഐ കണ്ടെയ്ൻ ചെയ്യാത്ത ടേംസ് എല്ലാം ഒരു ഗ്രൂപ്പായിട്ട് എഴുതുന്നു. പ്ലസ് ഐ ഇൻറ്റു ഐ കണ്ടെയ്ൻ ചെയ്യുന്ന ടേംസ് മറ്റൊരു ഗ്രൂപ്പായിട്ട് എഴുതുന്നു. അപ്പോൾ ഇവിടെ ഐ ഇൻറ്റു 2xy പ്ലസ്
ഐ ഇൻറ്റു 3y. ഐ കോമൺ ആയിട്ട് എടുത്തുകൊണ്ട് ഈ വിധത്തിൽ എഴുതി. ദാറ്റ് ഈസ് യു പ്ലസ് ഐ വി ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് 3x പ്ലസ് ഐ ഇൻറ്റു 2xy പ്ലസ് 3y. അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ യു പ്ലസ് ഐ വി ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ ഫോർമാറ്റാണ്. അതുപോലെ റൈറ്റ് സൈഡിലും എ പ്ലസ് ഐ ബി എന്ന ഫോർമാറ്റാണ്. ഇപ്പോൾ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഈക്വൽ ആണെങ്കിൽ ഇവിടെ രണ്ടും ഈക്വൽ ആണ് എന്നുള്ളതാണ്. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഈക്വൽ ആണെങ്കിൽ അവയുടെ റിയൽ പാർട്സ് ഈക്വൽ ആയിരിക്കും, കറസ്പോണ്ടിങ് ഇമാജിനറി പാർട്സും ഈക്വൽ ആയിരിക്കും. Therefore, we can equate u equal to x square minus y square plus 3x and v is equal to imaginary part is 2xy plus 3y. Find u and v എന്ന ഫസ്റ്റ് പോർഷൻ ഇവിടെ കംപ്ലീറ്റ് ആവുന്നു. ഇനി നമുക്ക് we have to evaluate the value of f at z equal to 2i. അപ്പോൾ അതിനുവേണ്ടി എഫ് ഓഫ് സെഡ് തന്നിട്ടുണ്ട്. ഇതിൽ സെഡിന് 2i എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് ഓഫ് 2i ഈക്വൽ ടു 2i ഹോൾ സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 2i. ദാറ്റ് ഈസ് 2i ഹോൾ സ്ക്വയർ മീൻസ് 2 സ്ക്വയർ i സ്ക്വയർ. I square is minus 1. 2 square is 4, therefore 2 into minus 1, that is minus 4, plus 2 into 3i, that is 6i. അപ്പോൾ എഫ് ഓഫ് 2i എന്ന് പറയുമ്പോൾ -4 + 6i എന്ന ഒരു കോംപ്ലക്സ് നമ്പറായിട്ട് കിട്ടുന്നു എന്നുള്ളതാണ്. ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് യുയിലും വിയിലും ഇവിടെ 2i എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ 0 + 2i എന്ന് എഴുതാം. അപ്പം ഇതിനെ മറ്റൊരു വിധത്തിൽ ചെയ്യുന്നു. എഫ് ഓഫ് 2i എന്നതിനെ നമുക്ക് എഫ് ഓഫ് 0 + 2i എന്ന് എഴുതാമല്ലോ. റിയൽ പാർട്ട് 0 ആണ്, ഇമാജിനറി പാർട്ട് ഇസ് 2. അപ്പം എഫ് ഓഫ് 0 + 2i എന്ന് എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു എഫ് ഓഫ് സെറ്റ് എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ എഴുതിയിരുന്നു യു പ്ലസ് ഐ വി എന്നാണ്. യു മീൻസ് യു ഓഫ് എക്സ് വൈ, വി മീൻസ് വി ഓഫ് എക്സ് വൈ. അപ്പോൾ നമ്മൾ യുവും വിയും ഇവിടെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ എക്സിന് 0 എന്നും വൈക്ക് 2 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്നതും -4 + 6i എന്ന് തന്നെ ആയിരിക്കും. അപ്പം ഈ വിധത്തിലും എക്സ്പ്രസ് ചെയ്യാം. ദാറ്റ് ഈസ് 0 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 0 പ്ലസ് i ഇൻറ്റു വി. വി ഈസ് 2 ഇൻറ്റു എക്സ് ഈസ് 0, വൈ ഈസ് 2 plus 3 into 2. That is here 0 square minus 2 square is -4. This is 0. 2 into 3 is 6 plus 6i. അപ്പോൾ യുയിലും വിയിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ വിധത്തിൽ യു പ്ലസ് ഐ വി എന്ന ഫോർമാറ്റിൽ എഴുതി വെച്ചാലും കിട്ടുന്നത് എഫ് ഓഫ് 2i തന്നെ ആയിരിക്കും. ഈ വിധത്തിലും എക്സ്പ്രസ് ചെയ്യാമെന്നുള്ളതാണ്. നെക്സ്റ്റ് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത് എഫ് ഓഫ് സെറ്റ് ഈക്വൽ ടു മോഡ് സെറ്റ് എന്ന ഒരു എക്സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ മോഡ് സെറ്റ് ദി ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത് നമുക്ക് യു പ്ലസ് ഐ വി എന്ന് എഴുതാം എഫ് ഓഫ് സെറ്റിനെ. മോഡ് സെറ്റ് മീൻസ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. കോംപ്ലക്സ് നമ്പറിൻ്റെ കേസിൽ മോഡുലസ് എന്ന് പറയുമ്പോൾ റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ ചെയ്തതിന് ശേഷം സ്ക്വയർ റൂട്ട് എടുക്കുന്നു. ദാറ്റ് ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് യു പ്ലസ് ഐ വി ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് കിട്ടുന്നു. അപ്പോൾ നമ്മൾ ഈ എ പ്ലസ് ഐ ബി അല്ലെങ്കിൽ യു പ്ലസ് ഐ വി എന്ന ഫോർമാറ്റിൽ എഴുതാൻ വേണ്ടി പ്ലസ് ഐ ഇൻറ്റു 0 എന്ന് ചേർക്കുന്നു. ഐ ഇൻറ്റു 0 മീൻസ് 0. അപ്പോൾ ഇതിനെ ഇക്വേഷനെ എഫക്റ്റ് ചെയ്യുന്നൊന്നുമില്ല. ഫോർമാറ്റിൽ എത്തിക്കാൻ വേണ്ടി ഈ വിധത്തിൽ എഴുതുന്നു. അപ്പോൾ ഈ കേസിൽ യു ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആൻഡ് വി ഈക്വൽ ടു 0 എന്നായിട്ട് കിട്ടുന്നു. അപ്പം എഫ് ഓഫ് സെഡ് ഈക്വൽ ടു മോഡ് സെഡ് സ്ക്വയർ എന്ന ഒരു എക്സാമ്പിളിൽ നമ്മൾ സെഡിന് വാല്യൂസ് കൊടുക്കുകയാണെങ്കിൽ
റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ എന്ന് വരും. ഇപ്പം എഫ് ഓഫ് 2i ചെയ്യുകയാണെങ്കിൽ ഈ വിധത്തിൽ കിട്ടും. റിയൽ പാർട്ട് സ്ക്വയർ 2 സ്ക്വയർ 0 സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് 4 എന്നാണ് കിട്ടുക. ഇപ്പോൾ ഇവിടെ ഇമാജിനറി പാർട്ട് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂസ് കിട്ടുന്നതെല്ലാം റിയൽ നമ്പേഴ്സ് ആയിരിക്കും. അപ്പം ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ്റെ കേസിൽ ഫംഗ്ഷൻ വാല്യൂ റിയൽ നമ്പേഴ്സും വരാം എന്നുള്ളതാണ്. അത്തരം കേസിൽ റിയൽ വാല്യൂഡ് കോംപ്ലക്സ് ഫംഗ്ഷൻ എന്ന് വിളിക്കാറുണ്ട്. അത്തരം കോംപ്ലക്സ് ഫംഗ്ഷൻ ആ ഫംഗ്ഷൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസ് റിയൽ നമ്പേഴ്സ് ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ റിയൽ വാല്യൂഡ് കോംപ്ലക്സ് ഫംഗ്ഷൻ എന്ന് വിളിക്കാറുണ്ട്. നെക്സ്റ്റ് എന്താണ് ലിമിറ്റ് ഓഫ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ എന്നുള്ളതാണ്. സാധാരണ റിയൽ കേസിൽ നിങ്ങൾ ലിമിറ്റ് പഠിച്ച പോലെ കോംപ്ലക്സ് ഫംഗ്ഷൻ്റെ കേസിലും ലിമിറ്റ് വരുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, ലിമിറ്റ് ഓഫ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ ലിമിറ്റ് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. മോഡ് z-a ലെസ് ദാൻ റോ നമ്മൾ നേരത്തെ പറഞ്ഞതായിരുന്നു. മോഡ് z-a ലെസ് ദാൻ റോ റെപ്രസെൻറ്റ്സ് എ സർക്കിൾ ഹു സെൻറ്റർ ഈസ് അറ്റ് ദി പോയിൻറ്റ് a ആൻഡ് റേഡിയസ് ഈസ് റോ ഇൻ ദി കോംപ്ലക്സ് പ്ലെയിൻ. ഇതിനെ ഒരു നെയ്ബർഹുഡ് എന്ന് വിളിക്കാറുണ്ട്. അപ്പം ഒരു നെയ്ബർഹുഡ് എന്ന് പറയുമ്പോൾ മോഡ് z-a ലെസ് ദാൻ റോ, നോട്ട് ദി സർക്കിൾ, ഇൻറ്റീരിയർ ഓഫ് ദി സർക്കിൾ. ദിസ് ഈസ് മോഡ് z-a ലെസ് ദാൻ റോ റെപ്രസെൻറ്റ്സ് ദി ഇൻറ്റീരിയർ ഓഫ് ദി സർക്കിൾ, നോട്ട് ഇൻക്ലൂഡിങ് ദി ബൗണ്ടറി പോയിൻറ്റ്സ് ഓഫ് ദാറ്റ് സർക്കിൾ. അപ്പോൾ ഇതിനെ നെയ്ബർഹുഡ് എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ നമുക്കിവിടെ കോംപ്ലക്സ് ഫംഗ്ഷൻ്റെ ലിമിറ്റ് പറയുമ്പോൾ എൽ എന്ന ഒരു കോൺസ്റ്റൻറ്റ് എഫ് ഓഫ് സെറ്റിൻ്റെ ലിമിറ്റാണ് ആസ് z ടെൻസ് ടു z0. ലിമിറ്റ് ആസ് z ടെൻസ് ടു z0 എഫ് ഓഫ് സെറ്റ് ഈക്വൽ ടു എൽ എന്ന് പറയണമെങ്കിൽ നമുക്ക് ഒരു നെയ്ബർഹുഡ് കണ്ടുപിടിക്കാൻ കഴിയണം. z0 സെൻറ്റർ ആയിട്ടുള്ള ഒരു നെയ്ബർഹുഡ് XY പ്ലെയിനിൽ, അതായത് Z പ്ലെയിനിലെ ഈ വിധത്തിലുള്ള ഒരു നെയ്ബർഹുഡ് കണ്ടുപിടിക്കാൻ സാധ്യമാവണം. സച്ച് ദാറ്റ് ഫോർ ഓൾ z ടെൻസ് ടു z0. നെയ്ബർഹുഡ് എന്ന് പറയുമ്പം ഇതിനകത്ത് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിൻറ്റ്സ് ഉണ്ടാകും. അപ്പം ആ പോയിൻറ്റ്സ് എല്ലാം z0ലേക്ക് ടെൻഡ് ചെയ്യുന്നു. കറസ്പോണ്ടിങ്ലി അവയുടെ ഇമേജസ് എൽ എന്ന ഒരു പർട്ടിക്കുലർ നമ്പറിലേക്കായിരിക്കണം ടെൻഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. As z approaches z0, the corresponding images f of z should be tends to a constant L. പിന്നെ നെയ്ബർഹുഡിലെ ഏതെങ്കിലും ഒരു പോയിൻറ്റിൻ്റെ, ഫോർ എക്സാമ്പിൾ z9, ഒരു z9 എന്ന ഒരു പോയിൻ്റ് നമ്മൾ എക്സാമ്പിളിന് വേണ്ടി എടുത്തു. ആ z9ൻ്റെ ഒരു ഫങ്ഷൻ വാല്യൂ ഉണ്ടാവുമല്ലോ എഫ് ഓഫ് z9, അത് ടെൻഡ് ചെയ്യുന്നത് എല്ലിലേക്കല്ല എങ്കിൽ അവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരു സ്മോൾ നെയ്ബർഹുഡ് എന്ന് പറയുമ്പം റേഡിയസ് വെരി സ്മോൾ എടുക്കാം. അപ്പം ഈ വിധത്തിലുള്ള ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ we can say that the limit of f of z is L as z tends to z0. ഇപ്പോൾ റിയൽ ഫങ്ഷൻസിൻ്റെ കേസിൽ നമുക്ക് എക്സും വൈയും ഒരേ പ്ലെയിനിൽ തന്നെ മാർക്ക് ചെയ്യാം. എക്സ് വാല്യൂസ് എല്ലാം റിയൽ ആക്സിസിലായിരിക്കും ഉണ്ടാവുക. അവയുടെ വൈ വാല്യൂസ്, ഫങ്ഷൻ വാല്യൂസ് നമുക്ക് വൈ ആക്സിസിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ എക്സ് ടെൻസ് ടു എ, ഈ ഒരു ഇൻ്റർവെൽ കൺസിഡർ ചെയ്യുന്നു. ഈ ഇൻ്റർവെല്ലിനകത്തുള്ള ഒരു പോയിൻ്റാണ് എ, അതിലേക്ക് ടെൻഡ് ചെയ്യുന്നു മറ്റ് എക്സുകളെല്ലാം. ദർ ആർ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിൻറ്റ്സ് ഇൻ ദിസ് ഇൻ്റർവെൽ. അപ്പം ഓരോ പോയിൻറ്റും എയിലേക്ക് ടെൻഡ് ചെയ്യുന്നു എന്ന് പറയുമ്പം ലെഫ്റ്റിൽ നിന്ന് എയിലേക്ക് ടെൻഡ് ചെയ്യാം, എയുടെ റൈറ്റിൽ നിന്ന് എയിലേക്ക് ടെൻഡ് ചെയ്യാം.
അപ്പോഴെല്ലാം ഈ എക്സുകളുടെ ഇമേജസ് ടെൻഡ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ നമ്പറിലേക്കാണെങ്കിൽ, എഫ് ഓഫ് എക്സുകളെല്ലാം എല്ലിലേക്ക് ടെൻഡ് ചെയ്യുന്നു എങ്കിൽ നമ്മൾ എഴുതാറുണ്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ദാറ്റ് പർട്ടിക്കുലർ എൽ. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സിൻ്റെ ലിമിറ്റ് എല്ലാണ് ആസ് എക്സ് അപ്രോച്ചസ് എ എന്നുള്ളതാണ് എഴുതാറ്. അപ്പോൾ ഇവിടെ റിയൽ കേസിൽ കുറേ എക്സ് വാല്യൂസ് എയിലേക്ക് ഒരു റിയൽ നമ്പറിലേക്ക് അപ്രോച്ച് ചെയ്യുക എന്ന് പറയുമ്പം അത് ലെഫ്റ്റിൽ നിന്ന് ആവാം അല്ലെങ്കിൽ റൈറ്റിൽ നിന്നാവാം. അങ്ങനെ രണ്ട് പോസിബിലിറ്റി മാത്രമേ വരുന്നുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ കോംപ്ലക്സ് നമ്പറിൻ്റെ കേസിൽ ഒരു പർട്ടിക്കുലർ കോംപ്ലക്സ് പോയിന്റിലേക്ക് മറ്റു നെയ്ബർഹുഡിനകത്തെ മറ്റു പോയിന്റ്സ് അപ്രോച്ച് ചെയ്യുക എന്ന് പറയുമ്പം അത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് അല്ലെങ്കിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ദി പാത്ത് ഓഫ് അപ്രോച്ച് മേ ബി ഇൻ എനി മാനർ എന്നുള്ളതാണ്. ഏത് വിധേനയും ഏത് വിധത്തിലും അപ്രോച്ച് വരാം എന്നുള്ളതാണ്. ആ ഒരു കാര്യം ഇവിടെ നോട്ട് ചെയ്യേണ്ടതുണ്ട്. പിന്നെ കോംപ്ലക്സ് ഫംഗ്ഷൻ്റെ കേസിൽ സെഡ് എഴുതുമ്പോൾ തന്നെ അതിൽ എക്സും വൈയും വരുന്നു. ഒരു കോർഡിനേറ്റ് എക്സും വൈയും കോർഡിനേറ്റ്സ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് ആയിട്ടാണ് നമ്മൾ എക്സ് വൈ പ്ലെയിനിൽ മാർക്ക് ചെയ്യാറ്. അപ്പോൾ ഒരു സെഡിൻ്റെ ഇമേജ് റെപ്രസെൻ്റ് ചെയ്യുക എന്ന് പറയുമ്പം യു പ്ലസ് ഐ വി എന്നാണ് എഫ് ഓഫ് സെഡ് നമ്മൾ എടുക്കാറ്. അപ്പോൾ അതിൽ യു വി, എക്സ് കോർഡിനേറ്റ് യുവും ഫസ്റ്റ് കോർഡിനേറ്റ് യുവും സെക്കൻഡ് കോർഡിനേറ്റ് വി ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് മാർക്ക് ചെയ്യാനുണ്ടാവുക. അപ്പോൾ അത് ഒരു സിംഗിൾ പ്ലെയിനിൽ മാർക്ക് ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല. അത്തരം കേസിൽ ഈ കോംപ്ലക്സ് ഫംഗ്ഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ രണ്ട് പ്ലെയിന് കൺസിഡർ ചെയ്യുന്നു. ഒരെണ്ണം നമ്മൾ ആദ്യം പറഞ്ഞ സെഡ് പ്ലെയിൻ തന്നെയാണ്. രണ്ടാമതായിട്ട് ഒരു യു വി പ്ലെയിന് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ സെഡ് പ്ലെയിനിലാണ് സെഡ് ടെൻസ് ടു സെഡ് നോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് സർക്കിൾ വരയ്ക്കാൻ സാധിക്കുക, നെയ്ബർഹുഡ് വരയ്ക്കാൻ സാധിക്കുക. ആ സെഡുകളുടെ എല്ലാം ഇമേജസ് ഇവിടെ യു വി പ്ലെയിനിലായിരിക്കും, മറ്റൊരു പ്ലെയിനിലായിരിക്കും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് മാപ്പിംഗ്, കൺഫോമൽ മാപ്പിംഗ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ വരുന്നുണ്ട്, അതിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇവിടെ റിയൽ ഫങ്ഷൻസിൽ ലിമിറ്റ് പറയുമ്പോൾ പാത്ത് ഓഫ് അപ്രോച്ച് എന്നത് ലെഫ്റ്റ് ടു റൈറ്റ് അല്ലെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ്, ആ രണ്ട് പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ. കാരണം റിയൽ നമ്പേഴ്സ് മാത്രമേ അവിടെ ഉള്ളൂ. പക്ഷേ കോംപ്ലക്സ് നമ്പറിൻ്റെ കേസിൽ, കോംപ്ലക്സ് ഫങ്ഷൻസിൻ്റെ കേസിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് ഒരു നെയ്ബർഹുഡിനകത്തുള്ള സെഡുകൾ അപ്രോച്ച് ചെയ്യുക എന്ന് പറയുമ്പം പാത്ത് ഓഫ് അപ്രോച്ച് എന്നത് പല വിധത്തിലാവാം. അപ്പോൾ റിയൽ ഫങ്ഷൻസിൻ്റെ കേസിൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആണെങ്കിൽ വി സേ ദാറ്റ് ലിമിറ്റ് എക്സിസ്റ്റ്. അപ്പം എയിലെ എ എന്ന പോയിന്റിൽ റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റും നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ നമ്മളവിടെ എഴുതാറുണ്ടായിരുന്നു ലിമിറ്റ് എക്സിസ്റ്റ് അറ്റ് ദി പോയിന്റ് എ എന്ന് എഴുതാറുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആ രണ്ട് ലിമിറ്റുകൾ മാത്രം ഇവാലുവേറ്റ് ചെയ്താൽ മതിയായിരുന്നു. കോംപ്ലക്സ് നമ്പറിൻ്റെ കേസിൽ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയണമെങ്കിൽ പല വിധത്തിലുള്ള പാത്തുകളാണ് അവിടെ വരിക. അപ്പം ഓരോ പാത്തും എടുത്ത് ചെയ്യുക എന്നുള്ളത് പ്രാക്ടിക്കൽ ആവണമെന്നില്ല. എന്നിരുന്നാലും ഏത് വിധത്തിലുള്ള അപ്രോച്ച് ആണെങ്കിലും ഫങ്ഷൻ്റെ വാല്യൂ സെയിം ആയിരിക്കണം എങ്കിൽ നമുക്ക് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇപ്പം സെഡ് ടെൻസ് ടു 0 എന്നൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുന്നു. ലിമിറ്റ് സെഡ് ടെൻസ് ടു 0, അപ്പം എഫ് ഓഫ് സെഡ് എന്നാണെന്ന് വിചാരിക്കുക. അപ്പോൾ സെഡ് ടെൻസ് ടു 0 എന്ന് പറയുമ്പോൾ 0 എന്ന് പറഞ്ഞാൽ ഒറിജിനാണ്. ഈ ഒറിജിനിലേക്ക് എക്സ് ആക്സിസിലൂടെ അപ്രോച്ച് ചെയ്യാം. സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലെയിനിലെ എല്ലാ പോയിൻറ്റ്സും. വൈ ആക്സിസിലൂടെ മുകളിൽ നിന്ന് അപ്രോച്ച് ചെയ്യാം, താഴെ നിന്ന് അപ്രോച്ച് ചെയ്യാം, ഈ ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യാം. ഒരു സ്ട്രൈറ്റ് ലൈൻ വൈ ഈക്വൽ ടു എക്സ് എന്ന ഒരു സ്ട്രൈറ്റ് ലൈനിൻ്റെ ആ ഒരു പാത്തിലൂടെ അപ്രോച്ച് ചെയ്യാം. നമ്മൾ പറയാറുള്ള പരാബോള എക്സ് സ്ക്വയർ ഈക്വൽ ടു വൈ എന്ന രൂപത്തിൽ പരാബോളിക് അപ്രോച്ച് ആവാം. അപ്പോൾ അങ്ങനെ പല വിധത്തിലുള്ള അപ്രോച്ചുകളായിരിക്കും എന്നുള്ളതാണ് പാത്ത് ഓഫ് അപ്രോച്ച് എന്നത്. അപ്പോൾ എല്ലാ കേസിലും ആ ലിമിറ്റിൻ്റെ വാല്യൂ ഈക്വൽ സെയിം ആയിരിക്കണം. ലിമിറ്റ് ഷുഡ് ബി യുണീക്ക് വാട്ട് എവർ മേ ബി ദി പാത്ത് ഓഫ് അപ്രോച്ച്. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റും. അപ്പം ഒരു പ്രോബ്ലം തന്നിട്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് കാണിക്കാനുള്ള പ്രോബ്ലം ആണെങ്കിൽ അതിനെ ഒരു ജനറൽ കേസായിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. അതേസമയം ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് കാണിക്കാനാണെങ്കിൽ
രണ്ട് ഡിഫറെൻറ്റ് പാത്ത്സ് എടുത്തിട്ട് ആ രണ്ട് ഡിഫറെൻറ്റ് പാത്തിലൂടെ അപ്രോച്ച് കൺസിഡർ ചെയ്യുമ്പോൾ ലിമിറ്റിൻ്റെ വാല്യൂ ഡിഫറെൻറ്റ് വാല്യൂസ് ആണ് എന്നുള്ളത് കാണിച്ചാലും മതി. ഇപ്പോൾ സാധാരണഗതിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് കാണിക്കാൻ ഇപ്പോൾ z ടെൻസ് ടു 0 എന്നൊക്കെ ആണെങ്കിൽ y ഈക്വൽ ടു mx എന്ന ഫോമിൽ നമ്മൾ ലൈൻ എടുക്കാറുണ്ട്. y ഈക്വൽ ടു mx എന്ന് പറയുമ്പം സ്ട്രൈറ്റ് ലൈൻ പാസിങ് ത്രൂ ദി ഒറിജിൻ ഹൂസ് സ്ലോപ്പ് ഈസ് m എന്നുള്ളതാണ്. അപ്പോൾ ആ m മാറുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിഫറെൻറ്റ് ലൈൻസ് വരുന്നു. ഇപ്പോൾ y ഈക്വൽ ടു x എന്ന് പറയുമ്പോൾ കറക്റ്റ് 45 ഡിഗ്രി ആംഗിളിലുള്ളൊരു ലൈനായിരിക്കും. m ഈക്വൽ ടു 1 ആകുമ്പോൾ y ഈക്വൽ ടു 2x ആകുമ്പോൾ സ്ലോപ്പ് മാറിയിട്ട് മറ്റൊരു ലൈനാകും. അങ്ങനെ ആ m മാറുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിഫറെൻറ്റ് ലൈൻസ് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പം ആ ഡിഫറെൻറ്റ് ലൈൻസിലൂടെ കൺസിഡർ ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് വാല്യൂസാണ് കിട്ടുന്നത് എങ്കിൽ നമുക്ക് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റും. അപ്പോൾ അത് പ്രോബ്ലംസ് നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്, അതിൽ നോക്കാം.